നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പകുതി വില തട്ടിപ്പിന് കൂട്ടുനിന്നത് കോൺഗ്രസ് BJP കൂട്ടുകെട്ട് എന്ന് MP ജയരാജൻ. മടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്ക് പങ്ക്. നേതാക്കളെ അറസ്റ്റ് ചെയ്യണം, സ്വത്ത് കണ്ടുകെട്ടണമെന്നും MP ജയരാജൻ. എരിപുരത്ത് കാറിടിച്ച് സ്ത്രീ മരിച്ചു. മരണം പാൽ വിതരണം കഴിഞ്ഞ് മടങ്ങവേ. അപകടം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാർ ഇടിച്ച് റോഡിൽ 20 മീറ്ററോളം വലിച്ചിഴച്ചു. തട്ടുകടയിലെ മാലിന്യം തോട്ടിൽ തള്ളി. സ്ഥാപന ഉടമക്ക് 4 ലക്ഷം പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. തള്ളിയത് പാൽ കവർ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക്കുകൾ. മാലിന്യം സ്വന്തം ചെലവിൽ സംസ്കരിക്കാനും നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. പകുതി വിലക്ക് ഗൃഹോപകരണങ്ങളും ഇരുചക്ര വാഹനങ്ങളും നൽകുമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി MP ജയരാജൻ. ജില്ലയിൽ കോൺഗ്രസ് നേതാവ് നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ട്. മടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് തട്ടിപ്പിന് കൂട്ടുനിന്നത്. തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജയരാജൻ പറഞ്ഞു. ജില്ലയിൽ കോൺഗ്രസ് നേതാവ് നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ട്. മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് തട്ടിപ്പിന് കൂട്ടുനിന്നത്. തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് സ്വത്ത് കണ്ടുകെട്ടുന്നതിന് നടപടി സ്വീകരിക്കണം. ജനകീയ പ്രക്ഷോഭത്തിന് CPM നേതൃത്വം കൊടുക്കും. ഇതിന് പോലീസ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നും പണം വാങ്ങി വഞ്ചിച്ചവരെല്ലാം പ്രതിസ്ഥാനത്ത് വരേണ്ടതാണെന്നും ജയരാജൻ പറഞ്ഞു. തട്ടിപ്പിന് മുൻകൈയെടുത്ത സംഘങ്ങളായ സീഡും സൈനും സയാമീസ് ഇരട്ടകളാണ്. BJP കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് അരങ്ങേറിയത്. 1000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സാമൂഹിക പ്രതിബദ്ധതാ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരം സംഘങ്ങൾ തട്ടിപ്പ് നടത്തിയത്. വിദ്യാഭ്യാസ മേഖലയിലും മറ്റും ഉപയോഗിക്കേണ്ട ഫണ്ടാണ് ഇത്തരം സംഘങ്ങൾ തട്ടിയെടുത്തിട്ടുള്ളത്. CSR ഫണ്ട് ഉപയോഗിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരാൻ തയ്യാറാവണം. കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞ് BJP-കാരും തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നും MP ജയരാജൻ പറഞ്ഞു. കേസെടുത്താൽ മാത്രം പോരാ, ഇതിൽ പ്രതികളായ ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടണം. അതിന് ചില നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സംസ്ഥാന കോർഡിനേറ്ററായ അനന്തു കൃഷ്ണൻ്റെ ചില സ്വത്തുവകകൾ പോലീസ് പിടിച്ചെടുത്തത്. യഥാർത്ഥത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതിലൂടെ കുറേയാൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊമോട്ടർമാരെ നിശ്ചയിക്കുകയും പ്രൊമോട്ടർമാരോട് പറഞ്ഞത് നിങ്ങൾ കുറേ ആളുകളിൽ നിന്ന് അവരോട് പറഞ്ഞ് ഈ അക്കൗണ്ടിലേക്ക് പണം അടച്ചാൽ, പ്രൊമോട്ടർമാരാരും നേരിട്ട് കാശ് വാങ്ങുന്നവരില്ല. എന്നാൽ ജില്ലയിലാകെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതാവ് അധികം കാശ് വാങ്ങിയിട്ട് ഞാൻ അക്കൗണ്ട് വഴി അയച്ചു കൊള്ളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പ്രൊമോട്ടർമാരായി ഇതാ നിങ്ങൾക്ക് മാസത്തിൽ 1000 രൂപ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ് അവരെയും വഞ്ചിച്ചു, ജനങ്ങളെയും വഞ്ചിച്ചു. ഇത് വലിയൊരു തട്ടിപ്പ് സംഘമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് സമഗ്രമായ അന്വേഷണം നടത്തി നേതാക്കളടക്കമുള്ള കുറ്റക്കാരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. അതോടൊപ്പം ഇതിൽ വഞ്ചിതരായ ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭവും സംഘടിപ്പിക്കും. ഇത്തരം തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് ജാഗ്രതയുണ്ടാവണമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കുട്ടികളിലെ സർഗാത്മക എഴുത്തും വായനയും മെച്ചപ്പെടുത്തുന്നതിനായി GITE മെൻ മോഡൽ UP സ്കൂളിൽ എഴുത്തുകൂട്ടം, വായനക്കൂട്ടം, ശില്പശാല നടത്തി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OC പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ന് പാഠപുസ്തകങ്ങളിലും അല്ലെ നമ്മുടെ പഠന രീതിയിലുണ്ട്. അങ്ങനെ ഒരു മികച്ച കുട്ടിയായി, എല്ലാ തരത്തിലും മികച്ച ഒരു കുട്ടിയായി ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. അതിൽ എത്രമാത്രം കുട്ടികൾ അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നോ അത്രമാത്രം കുട്ടികൾക്ക് നല്ല കുട്ടികളായി മാറാനും കഴിയുന്നുണ്ട്. ഈ അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലാസ് മുറിയിൽ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പരമാവധി ഉപയോഗിച്ച് അവനവൻ്റെ ഉള്ളിലുള്ള ശേഷികൾ വളർത്തിയെടുക്കാൻ നമ്മുടെ മക്കൾക്ക് ഇന്ന് കഴിയുന്നുണ്ട്. 1-ാം ക്ലാസ് തൊട്ട് ഞാനിപ്പോൾ പല സ്കൂളിലും പോകുമ്പോൾ 1-ാം ക്ലാസ്സിൽ രചനാ പതിപ്പ് തയ്യാറാക്കിയാണ്. 1-ാം ക്ലാസ്സിൽ കുട്ടികൾ അക്ഷരം പഠിക്കുന്നതേ ഉള്ളൂ. അക്ഷരം പഠിച്ചു വന്ന കുട്ടിയാണ്
ആ കുട്ടിയുടെ ഭാവനയിലുള്ള കഥയോ കവിതയോ എങ്ങനെ എഴുതുന്നുള്ള ചോദ്യത്തിന് എങ്ങനെയോ അവർ എഴുതിയിട്ടുണ്ട്, കൃത്യമായി എഴുതിയിട്ടുണ്ട്. PTA പ്രസിഡന്റ് ഇസ്മത്തുള്ള അറക്കൽ അധ്യക്ഷത വഹിച്ചു. BRC പരിശീലകൻ M. മുനൈസ് പദ്ധതി വിശദീകരിച്ചു. ഡോക്ടർ K. പ്രസീത, പ്രമീള PV, ശ്രീജിത്ത് KK, നിർമ്മല ER എന്നിവർ സംസാരിച്ചു. ശില്പ M, നിർമ്മല ER എന്നിവർ നേതൃത്വം നൽകി. പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളും പട്ടുവം FHCയും സംയുക്തമായി ബോധവൽക്കരണ സ്കിറ്റ് അവതരിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഈ ക്യാൻസറിന്റെ പരിശോധനയ്ക്ക് താല്പര്യമുള്ള ആരെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ, സ്ത്രീകളെയാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ പരിശോധനയിൽ ഉൾപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് പുരുഷന്മാരുടെ ക്യാൻസറിന്റെ സ്ക്രീനിംഗ് വരുന്നത്. അപ്പൊ അടുത്ത ചൊവ്വാഴ്ചത്തെ പരിശോധനയിലേക്ക് നിങ്ങളുടെ അടുത്തുള്ളവരോ പരിചയക്കാരോ ആർക്കെങ്കിലും പരിശോധന ചെയ്യേണ്ടതായി ആവശ്യമുണ്ടെങ്കിൽ ഹെൽത്ത് സെന്ററിലെ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ നഴ്സുമാരുമായിട്ട് ബന്ധപ്പെടുക, പേര് തരിക. അടുത്ത ചൊവ്വാഴ്ച നമുക്ക് മുള്ളൂർ സബ് സെന്ററിൽ വെച്ച് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സ്ക്രീനിംഗ് സംവിധാനം അവിടെ ലഭ്യമാണ്. പട്ടുവം മുള്ളൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ 9 മണി മുതൽ 1 മണി വരെയാണ് പാപ്സ്മിയർ ടെസ്റ്റ് ഉണ്ടായിരിക്കുകയെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. 30 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഈ ക്യാമ്പ് സേവനം ഉപയോഗപ്പെടുത്തണമെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 11-ാം തീയതിയാണ് ക്യാമ്പ് നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സ്പോർട്സ് ടീമിന് പുതിയ ജേഴ്സി സിറ്റി പോലീസ് കമ്മീഷണർ P. നിധിൻ രാജ് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. ബിനാലെ ഇന്റർനാഷണൽ MD സിദ്ദിഖ് പാറയത്ത് ഏറ്റുവാങ്ങി. വോളിബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ ടീമുകൾക്കുള്ള ജേഴ്സിയാണ് പ്രകാശനം ചെയ്തത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C. സുനിൽകുമാർ, സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, ട്രഷറർ K. സതീശൻ, സ്പോർട്സ് കൺവീനർ ഷമീർ ഊർപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ ആ രീതികളിലേക്ക് വളരെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഉള്ള ഗെയിംസിലൊക്കെയും പങ്കെടുക്കുകയും, അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട എതിരാളികൾ ആരാണ് എന്ന് ചോദിച്ച സമയത്താണ് ഇത് മറ്റ് ജില്ലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നേരെ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ ഒരുപാട് ട്രോഫികളും ഒക്കെ ഇത് മുൻവർഷങ്ങളിലുള്ള വിജയത്തിന്റെ ട്രോഫികളായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ ട്രോഫികളിൽ തന്നെ അതിന്റെ ചരിത്രം ഉണർന്നിട്ടുണ്ടാവാം. അപ്പൊ ആ രീതികളിൽ വരുന്ന വർഷങ്ങളിൽ വരുന്ന മാച്ചുകളിലൊക്കെ വലിയ വിജയം കണ്ണൂർ പ്രസ് ക്ലബിന് നേടാൻ കഴിയട്ടെ. അതിലുപരിയായിട്ട് ഇതൊരു ഗെയിംസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കഴിഞ്ഞ തവണ കുടുംബസംഗമത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ ജയിച്ചു തുടങ്ങുന്നത് എന്ന് നേരത്തെ ഭാഗം സൂചിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് നമ്മൾ ഓടുന്നു. നമ്മുടെ വാർത്തകളും നമ്മുടെ സൊസൈറ്റിയും ഒക്കെ നമ്മളിൽ നിന്ന് ഒരു സമയം പോലും നമ്മൾ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നു. അപ്പൊ അത് ഇൻഡയറക്ട്ലി നമ്മുടെ ഫിറ്റ്നസിന്റെ ഭാഗം കൂടി ആയിരിക്കാം ഒരുപക്ഷെ. അപ്പൊ അത്രയും വലിയ ഓട്ടം നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. ഇനി വാർത്തയിൽ ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പകുതി വില തട്ടിപ്പിന് കൂട്ടുനിന്നത് കോൺഗ്രസ് BJP കൂട്ടുകെട്ട് എന്ന് MP ജയരാജൻ. മടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്ക് പങ്ക്. നേതാക്കളെ അറസ്റ്റ് ചെയ്യണം, സ്വത്ത് കണ്ടുകെട്ടണമെന്നും MP ജയരാജൻ. എരിപുരത്ത് കാറിടിച്ച് സ്ത്രീ മരിച്ചു. മരണം പാൽ വിതരണം കഴിഞ്ഞ് മടങ്ങവേ. അപകടം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാർ ഇടിച്ച് റോഡിൽ 20 മീറ്ററോളം വലിച്ചിഴച്ചു. തട്ടുകടയിലെ മാലിന്യം തോട്ടിൽ തള്ളി. സ്ഥാപന ഉടമക്ക് 4 ലക്ഷം പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. തള്ളിയത് പാൽ കവർ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക്കുകൾ. മാലിന്യം സ്വന്തം ചെലവിൽ സംസ്കരിക്കാനും നിർദ്ദേശം.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. പഴയങ്ങാടി എരിപുരത്ത് കാറിടിച്ച് വഴിയാത്രക്കാരി മരിച്ചു. രാവിലെ സൊസൈറ്റിയിൽ പാൽ വിതരണം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഭാനുമതി റോഡ് മുറിച്ച് കടക്കവേ കാർ ഇടിക്കുകയായിരുന്നു. കാർ ഭാനുമതിയെ 200 മീറ്ററോളം വലിച്ചിഴച്ചു. പഴയങ്ങാടി പയ്യന്നൂർ KSTP റോഡിലാണ് എരിപുരത്ത് വെച്ച് വഴിയാത്രക്കാരി കാറിടിച്ചു മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ സൊസൈറ്റിയിൽ പാൽ വിതരണം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഭാനുമതി റോഡ് മുറിച്ചു കടക്കവെയാണ് കാർ ഇടിച്ചത്. കാർ ഭാനുമതിയെ 200 മീറ്ററോളം വലിച്ചിഴച്ചു. ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പുതിയതൊരു ടൗണിലെ ദീർഘദൂര ബസ്സുകൾക്കുള്ള സ്റ്റോപ്പ് നിർത്തലാക്കാനുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം പിൻവലിക്കണമെന്ന് സർവകക്ഷി യോഗം. ഇത് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനമാണ്. മാത്രമല്ല, ഈ ഗതാഗത പരിഷ്കരണം ചിറക്കലിന്റെ ഹൃദയഭാഗമായ പുതിയതൊരു പട്ടണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും പുതിയതൊരു വ്യാപാര മേഖലയെ തകർക്കുക എന്നതാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെയും MLAയുടെയും തീരുമാനമെന്ന് പൊതുജനങ്ങളും വ്യാപാരികളും പറഞ്ഞു. ഈ ഗതാഗത പരിഷ്കാരം കൊണ്ട് പ്രതിസന്ധിയിലായത് പൊതുജനങ്ങളാണ്. സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും വയോജനങ്ങളും ഭിന്നശേഷിക്കാരുമാണ് ഏറെ പ്രയാസപ്പെടുന്നത്. പുതിയ തെരുവിലെയും സമീപ പ്രദേശങ്ങളിലെയും യാത്രക്കാർ ഇനി മുതൽ തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ദീർഘദൂര ബസ്സിൽ കയറണമെങ്കിൽ പള്ളിക്കുളത്തോ പുതിയൊരു ഹൈവേ ജംഗ്ഷനിലേക്കോ കാൽനടയായോ മറ്റു വാഹനങ്ങളെ ആശ്രയിച്ചോ പോകണം. ഇത് യാത്രക്കാരുടെ പോക്കറ്റ് കാലിയാക്കാനുള്ള ശ്രമമാണ്. ജനുവരി 31 മുതൽ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ഏറെ പ്രയാസമുണ്ടാക്കിയ രീതിയിലാണ് പുതിയ തെരുവിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രാരംഭ നടപടി എന്ന രീതിയിൽ പഞ്ചദിന പരിപാടിയായി MLAയുടെയും ചിറക്കൽ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഈ ഗതാഗത പരിഷ്കരണം ചിറക്കലിന്റെ ഹൃദയഭാഗമായ പുതിയതൊരു പട്ടണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും പുതിയതൊരു വ്യാപാര മേഖലയെ തകർക്കുക എന്നതാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെയും MLAയുടെയും തീരുമാനമെന്ന് പൊതുജനങ്ങളും വ്യാപാരികളും പരാതിപ്പെടുന്നു. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തെറ്റായ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കണ്ണൂർ ജില്ലാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. തട്ടുകടയിലെ മാലിന്യം തോട്ടിലേക്ക് തള്ളിയതിന് ഉടമക്ക് 4 ലക്ഷം രൂപ പിഴ ചുമത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. കൊളച്ചേരി പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തോട്ടിലേക്ക് തള്ളിയതിന് തട്ടുകട ഉടമക്ക് പിഴ ചുമത്തിയത്. സ്ഥാപന ഉടമ അഫ്സലിന് 25,000 രൂപ പിഴയും മാലിന്യം സ്വന്തം ചെലവിൽ നീക്കം ചെയ്ത് സംസ്കരിക്കാൻ നിർദ്ദേശവും നൽകി. മയ്യിൽ പഞ്ചായത്തിലെ തട്ടുകടയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൊളച്ചേരി കായച്ചിറ കൈപ്പാടിന് സമീപമുള്ള തോട്ടിൽ തള്ളിയ നിലയിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത്. പാൽ കവർ, മറ്റു പ്ലാസ്റ്റിക് കവറുകൾ, ടിഷ്യൂ പേപ്പറുകൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ എന്നിവയാണ് തോട്ടിൽ പല ചാക്കുകളിലായി കെട്ടി വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തദ്ദേശവാസികളുടെ സഹായത്തോടെയാണ് ചാക്ക് കെട്ടുകൾ കരയ്ക്ക് കയറ്റി സ്ക്വാഡ് പരിശോധിച്ചത്. സ്ഥാപന ഉടമ അഫ്സലിന് 25,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. മാലിന്യം സ്വന്തം ചെലവിൽ നീക്കം ചെയ്ത് സംസ്കരിക്കാനും സ്ഥാപന ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ലജിയം, ഷരീഖുൽ അൻസാർ, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നിവേദിത, മയ്യിൽ പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് അജേഷ് എന്നിവർ പങ്കെടുത്തു. ബാവോട് പരിവാരത്ത് മതിലകം ദുർഗാദേവി ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. രാവിലെ വിവിധ പൂജകൾ. 5-ന് കണ്ടിത്ത് താഴെ പുരയിൽ ഗുളികൻ ദേവസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കടുമ്പേരി മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും കലവറ നടക്കൽ ഘോഷയാത്ര, തുടർന്ന് ദീപാരാധനയും ചുറ്റുവിളക്കും നടക്കും. തിങ്കളാഴ്ച ഉത്സവം സമാപിക്കും. ശനിയാഴ്ച രാവിലെ വിവിധ പൂജകൾ. 8-ന് നാരായണീയ പാരായണം, വൈകിട്ട് ദീപാരാധന, തുടർന്ന് അന്നദാനം. രാത്രി 8-ന് നൃത്തനൃത്യങ്ങൾ. 9-ന് ഇരിങ്ങാലക്കുട അമ്മന്നൂർ രജനീഷ് ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്. ഞായറാഴ്ച രാവിലെ 8-ന് നാരായണീയ പാരായണം, വൈകിട്ട് ചുറ്റുവിളക്ക്. രാത്രി 8-ന് ക്ഷേത്ര മാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, അമ്പലക്കണ്ടി മഹാവിഷ്ണു ക്ഷേത്ര മാതൃസമിതി അവതരിപ്പിക്കുന്ന കോൽക്കളി, മുഴപ്പാല വിഘ്നേശ്വര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, തുടർന്ന് പ്രദേശവാസികൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ഈ ഫെബ്രുവരി 7, 8, 9, 10 തീയതിയുടെ കണക്കെയാണ്. 7-ാം തീയതി കലവറ നടക്കൽ ഘോഷയാത്രയോടാണ് ഉത്സവം ആരംഭിക്കുന്നത്. 8-ാം തീയതി ഉത്സവത്തിൻ്റെ ഭാഗമായി ചാക്യാർ കൂത്ത്, പ്രദേശവാസികളുടെ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും. ഞായറാഴ്ച ശുദ്ധിക്രിയകളാണ്. ക്ഷേത്രം തന്ത്രി അനന്തൻ നമ്പൂരിപ്പാടിൻ്റെ കാർമ്മികത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അന്ന് വൈകുന്നേരം ഉത്സവ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം തിരുവാതിരക്കളി, തിരുവരങ്ങ്, അതുപോലെ മറ്റ് പ്രദേശവാസികളുടെ കലാപരിപാടികളുണ്ടായിരിക്കും. ഫെബ്രുവരി 10 തിങ്കളാഴ്ച ഉത്സവമാണ്. അന്ന് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്തിൽ പ്രധാന പരിപാടി നടക്കുകയാണ്. ശ്രീഭൂതബലി, അഷ്ടതിരുഗണപതി ഹോമം, ഉഷപൂജ, അതുപോലെ നവകം തുടങ്ങിയ കാര്യങ്ങൾ നടക്കുകയാണ്.
അന്ന് ഉച്ചയ്ക്ക് പ്രസാദ സദ്യ ഉണ്ടായിരിക്കും. മാത്രമല്ല ഉത്സവത്തിൻ്റെ എല്ലാ ദിവസവും മുഴുവനായിട്ട് എല്ലാ ദിവസവും അന്നദാനമുണ്ട്. പ്രദേശവാസികളെയും നാട്ടുകാരെയൊക്കെ ക്ഷണിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ പുണർദം തൊഴൽ മഹോത്സവം, രാവിലെ 6:30 അഷ്ടദ്രവ്യ ഗണപതി ഹോമം, തുടർന്ന് വിവിധ പൂജകൾ, ഉച്ചയ്ക്ക് പ്രസാദ സദ്യ, വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് പടുവിലായി രാജീവ്മാരാർ അവതരിപ്പിക്കുന്ന തായമ്പക, ദേവനൃത്തം, രാത്രി അന്നദാനം എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികളായ എം സജീവൻ, എ രഞ്ജിത്ത്, എ വി ബാലൻ, എ വി രാമചന്ദ്രൻ, വി വി ശശീന്ദ്രൻ, സി സദാനന്ദൻ, മാതൃസമിതി ഭാരവാഹികളായ സി എം ഗീത, കെ സി ശ്രീജ, കെ പ്രിയ എന്നിവർ അറിയിച്ചു. 7 ദിവസങ്ങളിലായി നടന്നുവരുന്ന കാഞ്ഞിരോട് പുറവൂർ എടക്കണമ്പേത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ടം മഹോത്സവത്തിന് സമാപനം. എടക്കണമ്പേത്ത് ഭഗവതി അമ്മയുടെ തിരുമുടി നിവർന്നതോടെയാണ് ഉത്സവം സമാപിച്ചത്. പുലർച്ചെ ഗുളികൻ ദൈവത്തിന്റെ പുറപ്പാട്, ഗുരുദൈവത്തിന്റെ പുറപ്പാട്, വയനാട്ട് കുലവൻ ദൈവത്തിന്റെ പുറപ്പാട്, ശാസ്തപ്പൻ ദൈവത്തിന്റെ പുറപ്പാട്, എടക്കണമ്പേത്ത് ഭഗവതി അമ്മയുടെ തിരുമുടി നിവരൽ, ദേവീ ദേവന്മാരുടെ കൂടിയാട്ടവും കളിയാവള്ളിയോടെ ഉത്സവത്തിന് സമാപനവുമായി. കുറുവ UP സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ബണ്ണി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പ്രീന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ ടി കെ പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ബുൾബുൾ ബണ്ണി RPയും റിട്ടയർഡ് ഹെഡ് മിസ്ട്രസായ കെ വി ബിന്ദു ടീച്ചർ മുഖ്യ അതിഥിയായി. സ്കൂൾ സ്കൗട്ട് അധ്യാപകൻ PV കിരൺ, ബുൾബുൾ അധ്യാപിക വിദ്യാമേരി, ഗൈഡ് ടീച്ചർ ശ്രീമതി നിജില കെ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പ്രബിന CP സ്വാഗതവും ബണ്ണി അധ്യാപിക ശ്രീമതി കെ ജമീല ടീച്ചർ നന്ദിയും പറഞ്ഞു. നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾക്ക് ബണ്ണി യൂണിഫോം വിതരണം നടത്തി. തുടർന്ന് ബിന്ദു ടീച്ചർ കുട്ടികളെ വിവിധ കളികളും പാട്ടും പരിചയപ്പെടുത്തി. ആധുനിക കണ്ണൂർ സിറ്റിയുടെ ശില്പിയാണ് E അഹമ്മദ് സാഹിബ് എന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ. സിറ്റിയിൽ വെള്ളിയാഴ്ച രാവിലെ സംഘടിപ്പിച്ച ഹെറിറ്റേജ് വാക്ക് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിക്ക് പതാക നൽകിയ ശേഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിറ്റിയിൽ കോയിക്ക തുടക്കമിട്ട വിദ്യാഭ്യാസ ഉണർവായിരുന്നു അഹമ്മദ് സാഹിബ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്. കണ്ണൂർ നഗരസഭാ ചെയർമാൻ കൂടിയായിരുന്ന E അഹമ്മദിന്റെ സ്മരണ നിലനിർത്താൻ കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. അഹമ്മദ് സാഹിബിനെ കുറിച്ച് ഇവിടെ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമുക്ക് 2 ദിവസങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളും ചിന്തകളും നടക്കുന്നത് കൊണ്ട് അത് രജിസ്റ്റേഡ് ചെയ്യപ്പെട്ട ആളുകൾ ആയതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നു. അധിനിവേശ കാലഘട്ടത്തിൻ്റെ ഒരുപാട് പരാധീനതകൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്തിലൊക്കെ ഒരുപാട് ഇടപെടലിൻ്റെ ഭാഗമായി ഒരുപാട് സാമ്പത്തികമായി തകർച്ചയിലായി പോയ ഒരു പ്രദേശത്ത് ജനിച്ചുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ എല്ലാ മേഖലകളിലെയും ഇടപെട്ട് ഇവിടെ ലോകത്തോളം വളർന്ന അഹമ്മദ് സാഹിബിനെ നമുക്ക് പരിചയപ്പെടാനും അതിന് അദ്ദേഹത്തിൻ്റെ പല സമകാലികമായ സംഭവങ്ങളെക്കുറിച്ച് സംവദിക്കാനും ഒക്കെയുള്ളൊരു അവസരം. 3 മണിക്കൂർ നീണ്ട പ്രഭാത നടത്തത്തിന് പ്രമുഖ പൈതൃക ഗവേഷകനും കണ്ണൂർ സിറ്റി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഡയറക്ടറുമായ മുഹമ്മദ് ഷിഹാബ് നേതൃത്വം നൽകി. വിവിധ പൈതൃക കേന്ദ്രങ്ങളിൽ E അഹമ്മദ് സാഹിബിന്റെ മകൻ റൈസ് അഹമ്മദ്, അഷ്റഫ് ബംഗാളി മൊഹല്ല, C സമീർ, സിയാദ് തങ്ങൾ, ഹനീഫ കുരിക്കകത്ത്, അൻവർ VP, അൽത്താഫ് മാങ്ങാടൻ, മാറൂഫ് മാസ്റ്റർ, സാജിദ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ സിറ്റി മുസ്ലിം ജമാഅത്ത്, സിറ്റി മ്യൂസിക് അക്കാദമി, ദീനുൽ ഇസ്ലാം സഭ സ്ഥാപനങ്ങൾ, ഹംദർദ് ഓഫ് ക്യാമ്പസ്, യൂത്ത് ലീഗ് ഓഫീസ് തുടങ്ങി വിശ്വപൗരന്റെ സംഭാവനകളും ജീവിത സന്ദർഭങ്ങളും ഓർമ്മകളും കുടികൊള്ളുന്ന ഇടങ്ങളിൽ കൂടി കടന്നുപോയി DIS എത്തീംഖാന പരിസരത്ത് ഒരുക്കിയ പാരമ്പര്യ രുചികൾ ചേർത്തൊരുക്കിയ പൈതൃകം തുളുമ്പുന്ന പ്രഭാത ഭക്ഷണത്തോടു കൂടിയാണ് യാത്ര പര്യവസാനിച്ചത്. TA തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികളായ KT സഹദുള്ള, മെഹമ്മൂദ് കടവത്തൂർ, അഡ്വക്കേറ്റ് K ലത്തീഫ്, അഡ്വക്കേറ്റ് S മുഹമ്മദ്, ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, അഡ്വക്കേറ്റ് MP മുഹമ്മദ് അലി, മെഹമ്മൂദ് അള്ളാംകുളം, TP മുസ്തഫ, NK റഫീഖ്, PK സുബൈർ, അഡ്വക്കേറ്റ് P മെഹമ്മൂദ്, TK നൌഷാദ്, നസീർ നെല്ലൂർ, PC നസീർ, നസീർ പുറത്തിൽ, KP റംഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7930, പവന് 63,440 രൂപ, വെള്ളി 110 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പകുതി വില തട്ടിപ്പിന് കൂട്ടുനിന്നത് കോൺഗ്രസ് BJP കൂട്ടുകെട്ട് എന്ന് MP ജയരാജൻ. മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്ക് പങ്ക്. നേതാക്കളെ അറസ്റ്റ് ചെയ്യണം, സ്വത്ത് കണ്ടുകെട്ടണമെന്നും MP ജയരാജൻ. എരിപുരത്ത് കാറിടിച്ച് സ്ത്രീ മരിച്ചു. മരണം പാൽ വിതരണം കഴിഞ്ഞ് മടങ്ങവേ. അപകടം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാർ ഇടിച്ച് റോഡിൽ 20 മീറ്ററോളം വലിച്ചിഴച്ചു. തട്ടുകടയിലെ മാലിന്യം തോട്ടിൽ തള്ളി. സ്ഥാപന ഉടമക്ക് 4 ലക്ഷം പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. തള്ളിയത് പാൽ കവർ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക്കുകൾ. മാലിന്യം സ്വന്തം ചെലവിൽ സംസ്കരിക്കാനും നിർദ്ദേശം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.